ഇതാ ഇപ്പോൾ സെപ്റ്റംബർ മാസം പകുതിയായി, ഏകദേശം പകുതിയായിട്ട് പിള്ളേരെ. ഇനി നമുക്കൊരു ഒക്ടോബർ മാസമുണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ, പിന്നെ ജാനുവരിയുടെ പകുതിയും കൂടെ നിങ്ങൾ കൂട്ടിക്കോ. 4 മാസം ജെഇ മെയിൻസ് എക്സാമിന് പേടിച്ചു പോയോ? പേടിക്കാനൊന്നുമില്ല, നമുക്കറിയാമല്ലോ ജാനുവരി ജെഇ മെയിൻസ് എക്സാം ഉണ്ടെന്ന് കാലകാലങ്ങളിൽ നമുക്കറിയാവുന്നതല്ലേ. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നറിയാം. നമുക്കേ എങ്ങനെ ഇനി, അതായത് ഈ നമ്മുടെ എക്സാമിലോട്ട് അടുക്കുമ്പോഴത്തേനും നമുക്കൊരു ചെറിയ ടെൻഷൻ വരുമല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് ആ ടെൻഷൻ വരും അല്ലേ. അപ്പോൾ ടെൻഷൻ അടിപ്പിക്കാൻ വന്നതല്ല, എന്നാൽ ടെൻഷൻ വേണോ? വേണം. നമ്മളൊരു അല്പം ടെൻഷനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വലിയ റിസൾട്ടിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെറിയ ടെൻഷനൊക്കെ വേണം. സമയം തീരുന്നുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനും ഇനിയുള്ള ടൈം എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ തരാൻ വേണ്ടിയാണ് ഇന്നിതാ ഈ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനേ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതിൽ ചെറിയൊരു ഡൗട്ട്, അതായത് ഇപ്പോൾ ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ സ്റ്റൈല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സാം വരെ നോക്കുവാണെങ്കിൽ ജെഇ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നൊരു കുട്ടിയോട്, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ശേഷം വരുന്നൊരു കുട്ടിയോട് നമ്മൾ ചോദിക്കുക, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അയാളെ മറുപടി, കെമിസ്ട്രി എളുപ്പമായിരുന്നു, ഫിസിക്സ് എളുപ്പമായിരുന്നു, മാത്തമാറ്റിക്സ് പാടായിരുന്നു. പൊതുവെ ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന റിപ്ലൈ ആണ്. അപ്പം മാത്തമാറ്റിക്സ് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വരുന്ന എക്സാമിന്, അതായത് നമുക്കതിനകത്ത് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. ജാനുവരി ജെഇ മെയിൻസിൻ്റെ ആദ്യത്തെ, അതായത് ഫസ്റ്റ് എക്സാം കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ചെറിയൊരു കരുതൽ നടത്തണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഇയർ നീറ്റ് എക്സാമിന് ഒരല്പം നമ്മൾ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ ഇത്തിരി കട്ടിയായിരുന്നു എന്ന് നമുക്ക് കേട്ടായിരുന്നു അല്ലേ, നമുക്കറിയാം. അപ്പം അങ്ങനെ കേട്ട സ്ഥിതിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ജെഇ മെയിൻസിന് അങ്ങനെയെങ്ങാനും അങ്ങനെ ചിന്തിക്കും. അപ്പം ഞാൻ ഈ ജെഇ മെയിൻസ് എക്സാമിൻ്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്കറിയാം, എന്നിരുന്നാലും ഞാനൊന്ന് പറയാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റാണുള്ളത്. 3ൻ്റെയും 25 ചോദ്യങ്ങൾ വെച്ച് 20 ചോദ്യം ഒബ്ജക്റ്റീവും 5 ന്യൂമറിക്കലും. ഓക്കെ, അതാണ് നമ്മുടെ പാറ്റേൺ. അതിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്ന ഒരു കുട്ടി മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഒരു കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയണം. ഈ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സ്, കെമിസ്ട്രി ഇറ്റ്സ് ഓക്കെ, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിലൊരു 4-5 ചോദ്യങ്ങൾ, ഞാൻ പറയുന്നത് 2025 ജെഇ മെയിൻസ് വരെയുള്ള അനാലിസിസ് വെച്ചിട്ടാണ്. 4-5 ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു 4-5 ചോദ്യങ്ങൾ നമുക്ക് കൺസെപ്ഷ്യലി പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. 4-5 എന്ന് പറയുന്നത് ഡിപ്പെൻസ്, അത് 5-6-7ലേക്കൊക്കെ വരാം. അതായത് ചില ദിവസങ്ങളിൽ, അതായത് ചില എക്സാമ്പിൾ വളരെ ഈസിയാന്ന് പറയുന്നതിനകത്ത് ഈസി ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഒരല്പം കൂടുന്ന, ഒത്തിരി കൂടത്തൊന്നുമില്ല, ഒരു 2-3 ചോദ്യത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ, അങ്ങനെ. പിന്നെ ഒരു 7-8 ചോദ്യങ്ങൾ ഡിഫിക്കൽട്ടായിരിക്കും. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ടൈം കൺസംഷൻ കൂടുതലായിരിക്കും. കൺസെപ്ഷ്യൽ തന്നെയായിരിക്കും, പക്ഷേ ടൈം കൺസംഷൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതായത് നമുക്ക് സാധാരണ പോലെ ചെയ്യാൻ സാധിക്കും, പക്ഷേ നമുക്ക് ഇത്തിരി നല്ല ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. പിന്നെയുള്ളത് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന്, ആ എക്സാമിന് 3 മണിക്കൂർ എക്സാം ആണല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി എഴുതണം, ആ കൂടുതൽ മാത്തമാറ്റിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഈസി ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ ലെങ്തി ആയിട്ടും ചെയ്തതിന് ശേഷം ബാക്കി ആ ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വരുമ്പം ഒരുപക്ഷെ അവർ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതായിട്ട് വരാം, കുറച്ചുകൂടെ ലെങ്തി ആകാം, ട്വിസ്റ്റൊക്കെ ഉണ്ടാകും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിനേക്കാളും അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 4-5 ചോദ്യങ്ങളുണ്ട്. അതിനെ നമ്മൾ രോമന പേരിട്ടിട്ടുണ്ട്, എന്താ, റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ്. ആ രീതിയിലാണ് ഇതാ കഴിഞ്ഞ കൊല്ലം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസൈൻ, ജെഇ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ, മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസൈൻ ഏകദേശം പാറ്റേണൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ആദ്യത്തെ ദിവസത്തെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്കറിയാം ഏകദേശം, പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്ന് ഉദ്ദേശിച്ച് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഏതൊക്കെ ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്കുണ്ട് വരുന്ന വർഷങ്ങളിൽ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആ ഒരു ഹെവി ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രിയിൽ സ്കോർ ചെയ്തിട്ട് മാത്തമാറ്റിക്സിൻ്റെ എണ്ണം വളരെ കുറച്ച് സ്കോർ ചെയ്യുമ്പോൾ തന്നെ 99% മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് മാത്തമാറ്റിക്സ് ഒഴിവാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ അത് പാടില്ല എന്നാണ് ഞാൻ ആദ്യം പറയാൻ വരുന്നത്. കാരണം നീറ്റ് എക്സാം ഒരല്പം ടഫ് ആയതുകൊണ്ട് തന്നെ 2 ചോയ്സാണുള്ളത്. ഈ ജെഇ എക്സാം മാത്തമാറ്റിക്സിൻ്റെ റോൾ ഉള്ളതുകൊണ്ട് 2 ചോയ്സ്, ഞാൻ പ്രതീക്ഷിക്കുന്ന ചോയ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് കൂടി കുറച്ച് എളുപ്പമാവുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രിയുടെ അത്ര ഒരു ലെവലിലേക്കൊക്കെ മാത്തമാറ്റിക്സ് അങ്ങനെ ഒരു ശകലം എളുപ്പമാക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ചെയ്ത് മാത്തമാറ്റിക്സിൻ്റെയും ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അത് എൻ്റെ പ്രതീക്ഷയാണ്. ഇനി അവർ ചെയ്യാൻ സാധിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചിലപ്പോൾ അങ്ങ് പാടാക്കും. പെട്ടു. ഇപ്പം മാത്തമാറ്റിക്സ് എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫിസിക്സ്, കെമിസ്ട്രി അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും എനിക്ക് കേട്ടാൽ ഈ ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെ കുറിച്ചും വല്ല അറിയാമോ? അറിയത്തില്ലല്ലോ. മാത്തത്തിനെ കുറിച്ചല്ലേ അറിയത്തുള്ളൂ. നമുക്ക് കേട്ട് പരിചയമല്ലേ ഉള്ളൂ. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സും കൂടി പാടാക്കിയാൽ നിങ്ങൾ പേടിക്കണ്ട.
അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട്? നമ്മളുണ്ട്, മാത്തമാറ്റിക്സ്. അപ്പം എങ്ങനെയാണെങ്കിലും, അതായത് ഇത്രയും നാൾ എഴുതിയതുപോലത്തെ പരീക്ഷ ആയാലും, അതല്ല മാത്സ് ഇത്തിരി എളുപ്പമാക്കിയാലും, അതല്ല ഇനി ഫിസിക്സ് കെമിസ്ട്രി ഇത്തിരി ടൈറ്റ് ആക്കിയാലും ശരി, നമുക്ക് മാത്തമാറ്റിക്സ് പഠിച്ചേ പറ്റൂ. ഓക്കെ, മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡ് ഒരു 5-6 ചോദ്യങ്ങളില്ലേ, ഈസി ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ഡൂവബിളായിട്ടുള്ള ചോദ്യങ്ങൾ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് എൻ്റെ ഡിമാൻഡ്. സോ നമ്മുടെ മിഷൻ ആ ഒരു 5-6 ചോദ്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, സാറേ അത് ആ 5-6 ചോദ്യങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇതാണ് കുഴപ്പം. അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്ത് പറയാനാണ് വന്നതെന്ന് ചോദിച്ചാൽ, അല്ല ഐ ക്യാൻ സോൾവ് പറയാം. അതായത് ചിലപ്പോൾ അത് ഇൻ്റഗ്രേഷനിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അത് സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്നായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നായിരിക്കും, അങ്ങനെ പല ചാപ്റ്ററുകളുണ്ടല്ലോ, എവിടെ നിന്ന് വേണമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഡിമാൻഡ് നമ്പർ 1, നിങ്ങൾക്കുള്ള സിലബസിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസ് ഐഡിയാസ് നിങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാലും നിങ്ങളത് ചെയ്യാൻ, അതായത് അത് ആൻസർ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ബേസിക്സ് എന്ന് പറയുമ്പോൾ JEE മെയിൻസ് ലെവലിലുള്ള ഒരു ബേസിക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും, സാറേ കുറേ പേപ്പർ, അതായത് കുറേ ചാപ്റ്റർ ഞാൻ പഠിക്കാത്തതുണ്ട് സാറേ, അങ്ങനത്തെ പ്രശ്നമുണ്ട് സാറേ, ഇങ്ങനത്തെ പ്രശ്നമുണ്ട് സാറേ, അതൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കാം. വെയിറ്റ്, ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഒരു 5-6 ചോദ്യം എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ മിഷൻ നമ്പർ 1. സോ എല്ലാ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉള്ളത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം നിങ്ങളുടെ ഒരു ചോദ്യം ഞാനങ്ങ് ക്യാൻസൽ ചെയ്യുവാണേ. സാർ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ? വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിച്ചിട്ട് പോയാൽ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ആ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യമെങ്കിൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ ടൈം പോകും. അതായത് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ട് എക്സാം ഹാളിൽ ഈ ചാപ്റ്റർ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ എക്സാം ഹാളിലേക്ക് കയറുക എന്ന് പറയുന്ന ഒരു കോമൺ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഒരു ഫീലാണ്. നമ്മൾ കയറുന്നത് JEE മെയിൻസ് എക്സാം ഹാളിലേക്കാണ്, ടൈം കൺസ്ട്രെയിൻ്റ് ഉള്ള. അതായത് നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ ഒരു ചോദ്യം ലെങ്തിയാണ്, എന്നാൽ നമ്മൾ അത്ര പഠിക്കാത്ത ചാപ്റ്ററിൽ ഒരു സിമ്പിൾ ചോദ്യമുണ്ട്. ആ സിമ്പിൾ ചോദ്യമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, സോ നമ്മുടെ മിഷൻ മറന്നു പോകരുത്. എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഡിമാൻഡ് നമ്പർ 1. 2, നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ചാപ്റ്ററുകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് ആ ഡിഫിക്കൽട്ടി ലെവൽ ഇച്ചിരിയുള്ള ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് വരുമെന്ന് നമുക്കറിയില്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ലോജിക്കൽ ഐഡിയ വളരെ കുറവാണെന്ന് വിചാരിക്കാം. മനുഷ്യർ പല ടൈപ്പ് മനുഷ്യരാണല്ലോ. ചിലവർക്ക് ജോമെട്രി കംഫർട്ടബിൾ ആയിരിക്കും, ചിലവർക്ക് ഓൾജിബ്ര കംഫർട്ടബിൾ ആയിരിക്കും, ചിലർക്ക് ലോജിക്, അതായത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പോലത്തെ ലോജിക് ചാപ്റ്റർ കംഫർട്ടബിൾ ആയിരിക്കും. സോ ഓരോരുത്തർക്കും ഓരോ കംഫർട്ടാണ്. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്റർ, നമുക്ക് അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണോ ഉള്ളത് ആ ചാപ്റ്ററുകൾ ഇൻ ഡെപ്തിൽ പഠിക്കണം. അതായത് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അതെങ്ങനെ തീരുമാനിക്കും? എനിക്കിപ്പോൾ മാത്തമാറ്റിക്സ് മൊത്തത്തിൽ പാടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് പറയൂ. അങ്ങനെയല്ലല്ലോ, ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററുകൾ എല്ലാവർക്കും എളുപ്പമായിരിക്കത്തില്ലേ? സോ ആ രീതിയിൽ നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പഠിക്കേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളായിരിക്കണം. സോ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെങ്ങനെ പഠിക്കുമെന്ന് ചോദിച്ചാൽ, ഓരോ ചാപ്റ്റർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ എടുക്കുമ്പം ആദ്യം എടുക്കേണ്ടത് ലേറ്റസ്റ്റ് 5 വർഷത്തെ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ മാത്തമാറ്റിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ തിയറി നന്നായിട്ട് പഠിക്കുക, കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് പ്രോബ്ലം തന്നെ ചെയ്യുക എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ശരിയാണ്. സബ്ജക്റ്റ് ലേണിങ്ങിന് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് അത് തന്നെയാണ്. കൺസെപ്റ്റ് തിയറി നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് പ്രോബ്ലം തന്നെ ചെയ്യുക. പക്ഷേ പ്രശ്നം, നമ്മൾ എഴുതാൻ പോകുന്ന ഒരു ബോർഡ് എക്സാം അല്ല, അത് ടൈം കൺസ്ട്രെയിൻ്റ് ഉള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അടുത്ത ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആലോചിക്കാനുള്ള ടൈം അവിടെ ഇല്ല. അതിനൊപ്പം തന്നെ ഞാൻ പറയട്ടെ, അഡ്വാൻസ്ഡ് ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മെയിൻസ് ഈസി ആയിരിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അഡ്വാൻസ്ഡിൻ്റെ സ്റ്റൈൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നതും മെയിൻസിൻ്റെ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നതും ഡിഫറൻറ്റാണ്. സോ ഈ ലേറ്റസ്റ്റ് ഇപ്പം JEE അഡ്വാൻസിന് വേണ്ടി ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസാന മൊമെൻറ്റുകളൊക്കെ എങ്കിലും JEE മെയിൻസിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. കാരണം ആ 2 എക്സാമിനും 2 ക്യാരക്ടറാണ്. ഇവിടെ ടൈമാണ് ഏറ്റവും ഡൊമിനേറ്റിംഗ് ഫാക്ടർ. പിന്നെ ആക്യുറസി ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ടൈം, ഐ നോ ദാറ്റ്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ടൈം ഒരു ഫാക്ടറാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മൾ കൺസെപ്റ്റ് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. പക്ഷേ ഈ കൺസെപ്റ്റ് പഠിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പ്രോബ്ലം ചെയ്താൽ. സോ ലേറ്റസ്റ്റ് 5 വർഷത്തെ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുക്കും. ഒരു കൊല്ലത്തെ തന്നെ ചെയ്യരുത്. ലേറ്റസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഒരു ചാപ്റ്റർ പഠിക്കുക, നിങ്ങൾ ഇങ്ങനെ എടുക്കും. 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ എടുക്കും.
എന്നിട്ട് ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യങ്ങൾ വെച്ച് ക്വസ്റ്റ്യൻ വായിക്കും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത ചാപ്റ്ററാണ്, നമുക്ക് അത്യാവശ്യം കൺസെപ്റ്റ് അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ അതങ്ങ് ചെയ്യുക. ആൻസർ നോക്കുക, കറക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും ഒരു റോങ് അറ്റംപ്റ്റ് ചെയ്തതിനോട് ഞാനതിനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കി ചെയ്തു. സൊല്യൂഷൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റൻ ഒരു വട്ടം വിട്ടിട്ട് ലീവ് ചെയ്തു, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. അങ്ങനെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 20 ചോദ്യം നിങ്ങൾ ജസ്റ്റ് സൊല്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ടീച്ചറിന് ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ക്വസ്റ്റനിൽ ഡൗട്ട് വന്നാൽ നമുക്കൊരു ടീച്ചറിനോട് ചോദിക്കാമല്ലോ. നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളോട് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ആസ്കിങ് ഫോർ ഹെൽപ്പ് ഈസ് നോട്ട് ഗിവിങ് അപ്പ്, ഇറ്റ് ഈസ് റിഫ്യൂസിങ് ടു ഗിവ് അപ്പ്. അതായത് നമ്മളൊരാളൊരു സഹായം ചോദിക്കുക, ഈവൻ സൊല്യൂഷൻ വായിച്ച് നോക്കി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ആസ്ക് ചെയ്യുന്നതാണല്ലോ, അതൊരു തെറ്റൊന്നുമല്ലെന്നേ. അത് നമ്മൾ തോൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്നല്ലേ. ഇപ്പം നമ്മളതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അങ്ങനെ ഒരു 20 ചോദ്യം നിങ്ങളൊരു സൊല്യൂഷൻ വായിച്ച് നോക്കിയോ അല്ലെങ്കിൽ സാർമാരോട് ചോദിച്ചോ ചെയ്യുവാണെങ്കിൽ 21ാമത്തെ ചോദ്യം തൊട്ട് ആ ചാപ്റ്ററിലെ ചോദ്യം ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇതിന് മുന്നേ ചെയ്തൊരു ചോദ്യം പോലെ തോന്നും, അല്ലെങ്കിൽ അതിലെ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇതിന് മുന്നേ ചെയ്ത ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ എന്ന് തോന്നും. സോ അതിൻ്റെ മീനിങ് ആ 20 ചോദ്യം ചെയ്യുന്ന വഴി നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു. 21ാമത്തെ ചോദ്യം തൊട്ട് നമുക്ക് ആ 20 ചോദ്യം ചെയ്ത പോലെയല്ല, സൊല്യൂഷനെയോ അല്ലെങ്കിൽ ആരെയോ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. അതിനകത്തും ഞാൻ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയർ ജെഇമെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള ചോദ്യങ്ങളുമുണ്ട്, കുറച്ച് ഭയങ്കര പാടുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നൈസായിട്ട് അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കംഫർട്ട്, നമ്മുടെ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചെയ്ത് പോവുക. അങ്ങനെ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 50 ചോദ്യമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് ഡിഫിക്കൽട്ടി ലെവൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചാപ്റ്റർ ആണെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കുറയും, കംഫർട്ടബിൾ ആവുന്ന ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എണ്ണം കൂടും. എനിവേസ് നമ്മൾ ബേസ് എല്ലാം പഠിച്ചു, അത്യാവശ്യം ഐഡിയ ആയി. ഓക്കെ, ഇനി ഗൈഡുകൾ റെഫർ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മൾ നോക്കിയത്. അതേസമയം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഏതാണ് എക്സാമ്പിൾ പറയാം, നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ ചോദ്യങ്ങൾ നമുക്ക് ജെഇമെയിൻസിന് ഒത്തിരി ചോദിക്കാറുണ്ട്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേനും നമുക്ക് അത്ര ഒത്തിരി ക്വസ്റ്റൻസ് അങ്ങനെ കിട്ടുന്നില്ല, നമുക്ക് തപ്പിയിട്ട് കിട്ടുന്നില്ല. സോ നമുക്ക് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളത് പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗൈഡ് ലൈബ്രറിയിൽ നിന്ന്, നമ്മുടെ ലൈബ്രറിയിൽ ഇഷ്ടംപോലെ ഗൈഡുകളുണ്ട്, നമ്മളൊരു ഗൈഡ് എടുക്കുന്നു, അത് തുറന്നിട്ട് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ സെക്ഷൻ എടുക്കുന്നു, അതിനകത്ത് ഈസി ക്വസ്റ്റൻസ് കുറച്ചെണ്ണം നോക്കി റെഫർ ചെയ്ത് അത് പഠിച്ച് അതങ്ങ് മടക്കി വെക്കുന്നു, തിരിച്ച് വെക്കുന്നു. ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി കഴിഞ്ഞു, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഗൈഡ് റെഫർ ചെയ്യുന്നത്. ഗൈഡിനെ തപ്പി പോകുമ്പം അതിലെന്തുണ്ട് എന്നുള്ളതല്ല, നമുക്ക് എന്ത് വേണം അത് തപ്പി വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഗൈഡ് റെഫർ ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അല്ലാതെ ഒരിക്കലും നിങ്ങളൊരു പ്രൈവറ്റ് ഗൈഡിനെ നിങ്ങൾ റെഫർ ചെയ്ത് അതൊരു ആ ഗൈഡിലെ ബുക്ക് മുഴുവൻ പഠിച്ചാൽ ജെഇമെയിൻസ് കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ നിൽക്കരുത്. അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, മനസ്സിലായി പറഞ്ഞത്. റെഫറൻസ് ഗൈഡുകൾ വേണം, അത് റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഫോളോ ചെയ്ത് പോകണം. കാരണം നമുക്കിനി 4 മാസം സമയമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ചില ചാപ്റ്റർ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കൺസെപ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ അതിൻ്റെ നോട്ട് നമ്മുടെ കയ്യിലൊന്ന് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോ അല്ലെങ്കിൽ നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അത് ചെയ്യാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ബ്രില്യൻ്റ് തന്നിട്ടുണ്ട്, ഓൺലൈനായിട്ടുമുണ്ട് ഓഫ്ലൈനായിട്ടുമുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അത് കണ്ടതിന് ശേഷം, ഞാൻ പറഞ്ഞത് പഠിച്ച് കഴിഞ്ഞ ചാപ്റ്ററുകളുടെ കാര്യമാണ്, അതായത് നിങ്ങളുടെ ക്ലാസ്സിലെടുത്ത് കഴിഞ്ഞ ചാപ്റ്ററുകളുടെ കാര്യമാണ് പറയുന്നത്. പഴയ കുറച്ച് ചാപ്റ്ററുകൾ സാറേ അന്ന് പഠിപ്പിച്ച ചാപ്റ്ററൊക്കെ മറന്നുപോയി സാറേ, പഴയ ചാപ്റ്റർ ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല സാറേ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പഴയ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പരിധിക്കുള്ള ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നിനും നടത്താൻ പാടില്ല. എല്ലാം ടക്കേ എന്നായിരിക്കണം. നിങ്ങൾക്ക് പഠിപ്പിച്ച് കഴിഞ്ഞൊരു ചാപ്റ്ററിനെ കുറിച്ച് പറയട്ടെ, ട്രിഗ്നോമെട്രി സപ്പോർട്ടിങ് ചാപ്റ്ററാണ്, നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പറയാം. അത് ഞാൻ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററുകളൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും വന്നത്. പുറത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്സ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ജനറലി അതൊക്കെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ്, പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും ഒന്നും ഓർക്കുന്നില്ല എങ്കിൽ നോട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് PYQൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിനുശേഷം അത് ചെയ്തു തുടങ്ങുക. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പം നമ്മളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളും എല്ലാ ചാപ്റ്ററുകളുടെ ബേസിക്സുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇനി ഞാൻ പ്രിസൈസ്ലി ഫസ്റ്റ് ഇയറിലേക്ക് വരാം. അതായത് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഒരു ഐഡിയ തരാവേ. ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേനും സാറേ മറന്നുപോയി എന്ന് പറയുന്നൊരു ചാപ്റ്ററുകളുടെ ലിസ്റ്റിൽ പെടുന്നതായിരിക്കും. പിന്നെ അത് പറയാൻ എളുപ്പം, കുറച്ചല്ലേ ഉള്ളൂ. ആദ്യത്തെ സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസാണ്. സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററായിട്ട് കൂടി നിങ്ങളിപ്പോൾ പഠിക്കേണ്ട, അത് സെക്കൻഡ് ഇയർ കഴിഞ്ഞതിന് ശേഷം തൽക്കാലം പഠിച്ചാൽ മതി. അപ്പം നമ്മളിതാ ഇവനെ പെൻഡിങ്ങിൽ വെക്കുന്നു. ആദ്യത്തെ ചാപ്റ്റർ തന്നെ നമ്മൾ പെൻഡിങ്ങിൽ വെക്കുവാണേ.
ഇത് പിന്നീട് പഠിച്ചാൽ മതി, ആഫ്റ്റർ സെക്കൻഡ് ഇയർ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് ഇയറിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പഠിച്ചതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ഇയർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അതെന്താ അങ്ങനല്ല, സെക്കൻഡ് ഇയർ പഠിച്ചതിന് ശേഷം ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സെറ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റും സെക്കൻഡ് ഇയറും കൂടെ കമ്പൈൻ ചെയ്തേ പഠിക്കാവുള്ളൂ. അത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കുകൾ പഠിക്കേണ്ടതിനെക്കുറിച്ച് ഒരു ഐഡിയ വരുമ്പോഴത്തേനും നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററിൻ്റെ ലിസ്റ്റിൽ ആരില്ല? സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇല്ല. ആ കൂട്ടത്തിൽ 1-2 പേരും കൂടെ ഇല്ല. 3 ഡയമെൻഷണൽ ജോമെട്രി ഇല്ല, പ്രോബബിലിറ്റി ഇല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ഇല്ല. 3 ഡയമെൻഷണൽ ജോമെട്രിയും ഇപ്പോൾ പഠിക്കേണ്ട, കാരണം സെക്കൻഡ് ഇയറിലതുണ്ട്. പ്രോബബിലിറ്റി സെക്കൻഡ് ഇയറിലുണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ കാൽക്കുലസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ലിമിറ്റ് ഡെറിവേറ്റീവ്സും കൂടെ ചേർത്ത് സെക്കൻഡ് ഇയറിലെ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിക്കുന്ന കാൽക്കുലസ് എന്ന് ഒന്നിച്ച് ആ ഒരു ബണ്ടിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ലിമിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടെ ചേർത്തങ്ങ് പഠിച്ചാൽ മതി. ഇത്രയും പേര് പോയപ്പം ഫസ്റ്റ് ഇയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അല്ലേ? അങ്ങനെയല്ല, ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിക്കാം. ഇനിയുള്ളത് പിള്ളേരെ ട്രിഗ്നോമെട്രി 1ഉം ലീനിയർ ഇനീക്വാളിറ്റീസും. ഈ 2 ചാപ്റ്ററും നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി 1 എന്ന് കേൾക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് പേടിയാകും. അങ്ങനെ പേടിക്കരുത്, ഇതൊരു സപ്പോർട്ടിംഗ് ചാപ്റ്ററാണ്. സപ്പോർട്ടിംഗ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി ഇല്ലാതെ നിങ്ങൾക്ക് വേറൊരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ട്രിഗ്നോമെട്രി ഇല്ലാതെ വേറൊരു ചോദ്യം, അതായത് വേറൊരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ട്രിഗ്നോമെട്രി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കേണ്ടത് ആദ്യം ഇനീഷ്യലി നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കേണ്ടത് ആസ് എ സപ്പോർട്ടിംഗ് ചാപ്റ്ററാണ്. NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ JEE മെയിൻസിൻ്റെ ലെവലിലോ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ട്രിഗ്നോമെട്രിയുടെ ചോദ്യങ്ങൾ. കീമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി ഭയങ്കര പാടാണെന്ന് പറയുന്ന ആൾക്കാർ മാത്രം. കാരണം ട്രിഗ്നോമെട്രി നമുക്ക് വേണം, അതിൻ്റെ പ്രൈമറി ഐഡൻറ്റിറ്റീസ്, ബേസിക്സ് കാര്യങ്ങൾ ഒക്കെ പഠിക്കാം. പക്ഷേ ഒരു കാരണവശാലും ട്രിഗ്നോമെട്രി പാടുള്ള കുട്ടികൾ JEE മെയിൻസ് ലെവലിലേക്ക് പഠിക്കാനായിട്ട് ഇനീഷ്യലി പോകണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം നമുക്ക് പുറകെ ഒരുപാട് ചാപ്റ്ററുകൾ, ഞാൻ പറഞ്ഞല്ലോ, ട്രിഗ്നോമെട്രി ഹാർഡാണെങ്കിൽ അതിൻ്റെ ബേസിക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെയാണ് ലീനിയർ ഇനീക്വാളിറ്റീസ്, അതിനകത്ത് വേവീക്കർ മെത്തേഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് രണ്ടും സപ്പോർട്ടിംഗ് ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ട്രിഗ്നോമെട്രിയിൽ നിന്നും JEE മെയിൻസിന് ചോദ്യം വരും. എന്നിരുന്നാലും ആദ്യം ഇനീഷ്യലി നമ്മളതൊരു സപ്പോർട്ടിംഗ് ചാപ്റ്ററായിട്ട് ബേസിക്സ് പഠിച്ച് വെക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് കയ്യലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. കാരണം വെച്ചാൽ അത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്ത, എന്നാൽ 4 മാസമേ ഉള്ളൂ സർ, ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. അപ്പം ആ ഒരു രീതി വേണം നിങ്ങളിത് കേൾക്കാനായിട്ട്. അതല്ലാതെ ട്രിഗ്നോമെട്രി ഒക്കെ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരോടല്ല. ട്രിഗ്നോമെട്രി ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇതാ JEE മെയിൻസ് കിട്ടി അഡ്വാൻസിന് വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. JEE മെയിൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം അഡ്വാൻസിലേക്കൊക്കെ പോകും. അതല്ലാതെ എങ്ങനെയെങ്കിലും JEE മെയിൻസിന് 99 ഒപ്പിക്കണം എങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ട്രിഗ്നോമെട്രിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ചാപ്റ്ററായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതാ ഈ ഒരു ബണ്ടിലില്ലേ, ഇവരുടെ പ്രത്യേകത സീക്വൻസ് ആൻഡ് സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ചേർത്തുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് തൽക്കാലം അവിടെ മാറ്റി നിർത്താം. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പൾസറി ചാപ്റ്ററാണ്, നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിനകത്തൊരു ചോദ്യം ചോദിക്കും, കിട്ടും, തീർന്നു. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രശ്നമില്ല, കിട്ടും. ഓക്കെ, കൺഫേം ആണല്ലോ. അത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവരിലേക്ക് വന്നാൽ ഈ ടിക്കിടുന്ന ചാപ്റ്ററുകളെ ശ്രദ്ധിച്ചോണേ. അതായത് സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം. ഈ 3 ചാപ്റ്ററുകളുടെയും പ്രത്യേകത, നിങ്ങൾ ഈ 3 ചാപ്റ്ററുകളുടെയും NCERT ആദ്യം പഠിച്ചതിന് ശേഷം വേണം ഇതിൻ്റെ JEE മെയിൻസിൻ്റെ ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, NCERT ഇതിൻ്റെ ഒരു ബേസിക്സ് നല്ല NCERT ആണ്. അതിൻ്റെ NCERT അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടുകയും JEE മെയിൻസിലേക്ക് ചെല്ലുമ്പോഴത്തേനും ക്വസ്റ്റൻസ് കുറച്ചുകൂടെ ഹാർഡ് ആവുകയും അതിലേക്കൊരു നമുക്കൊരു പാലം പോലെ ആ NCERT ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആദ്യം NCERT, അതായത് PNC എന്നും ബൈനോമിയൽ തിയറം എന്നൊക്കെ പറയുമ്പോൾ പേടിയാവും. സാറേ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഭയങ്കര പാടാ സാറേ എന്നൊക്കെ പറയുന്നത്, കാരണം ലോജിക്കാണല്ലോ. സോ അത് നമുക്ക് ഓടാൻ പറ്റിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇഴയുക, എങ്ങനെയാണെങ്കിലും മുൻപോട്ട് പോകുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്ററുകളുടെ NCERT എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരുന്നാൽ അതിനകത്ത് എളുപ്പമുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം അതിൻ്റെ NCERT ജസ്റ്റ് നോക്കുക. ഞാൻ പറഞ്ഞത് അത് പാടായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അല്ലാത്ത ആൾക്കാർ നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാനത് ജനറലി പറഞ്ഞല്ലോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അതിനിടയ്ക്ക് കിടക്കുന്ന ഒരാളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതിൻ്റെ NCERT ഇല്ല. NCERT ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ച ഒരു ഐഡിയ നമുക്ക് മതി. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ വലിയ കാര്യമായിട്ട് ഉപദ്രവിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് JEE മെയിൻസിൻ്റെ ലെവലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചാപ്റ്ററാണ്, അപകടങ്ങളില്ലാത്ത ചാപ്റ്ററാണ്. PNCയും ബൈനോമിയലും വരുമ്പോഴത്തേനും JEE മെയിൻസിൻ്റെ ലെവലിലേക്ക് വരുമ്പോഴത്തേനും ഇത്തിരി അപകടകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് NCERT പഠിച്ചിട്ട് JEE മെയിൻസിൻ്റെ വളരെ റിപ്പീറ്റഡ്ലി വരുന്ന ചോദ്യങ്ങളില്ലേ, റാങ്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം, മറ്റേ മിഡിൽ ടൈം കണ്ടുപിടിക്കാനുള്ള ചോദ്യം, റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം, അങ്ങനത്തെ എളുപ്പമുള്ള ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങളെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് എളുപ്പമുള്ളൊരു ചോദ്യം വന്നാൽ സെറ്റാണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ, ആഹാ, ഇവർ
ഇവരുടെ ഈ ബണ്ടിലിൻ്റെ പ്രത്യേകത തന്നെയാണ് പിള്ളേരെ, ഇത് നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രിയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. പക്ഷേ അതിലേക്ക് വരുമ്പോൾ ഇച്ചിരി അപകടകരമാണ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രി അറിയാവുന്നവരാണ് അതിനകത്ത് ഒന്ന് ഇറങ്ങി കളിക്കേണ്ടത് കേട്ടോ. അല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ബേസിക്സിലേക്ക് പോകണം. അതിൽ സ്ട്രെയിറ്റ് ലൈൻസ് NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം സ്ട്രെയിറ്റ് ലൈൻസ് ഇവരുടെ ഒരു സപ്പോർട്ടിങ്, അതായത് ഈ 2 ചാപ്റ്ററിൻ്റെ സപ്പോർട്ടിംഗ് ആണ് സ്ട്രെയിറ്റ് ലൈൻസ്. ജോമെട്രി പാടായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ആദ്യം സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ JEE ചോദ്യം എടുത്താൽ നിങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ വരും, കാരണം അത് ഇത്തിരി ഹാർഡാണ്. അതേസമയം സ്ട്രെയിറ്റ് ലൈൻസ് NCERT പ്രിപ്പയർ ചെയ്തതിന് ശേഷം സർക്കിളും കോണിക് സെക്ഷനും കൂടെ ചേർത്ത്, അതായത് ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ സർക്കിളിലെയും കോണിക് സെക്ഷനിലെയും ചോദ്യങ്ങൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. റിസൾട്ട് അറിയാമെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ സെറ്റ്, ഒരു കുഴപ്പമില്ല. പക്ഷേ അതേസമയം ആ ചാപ്റ്ററിലെ ചോദ്യങ്ങൾക്കകത്തെല്ലാം സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻസ് കൂടി JEE ലെവലിൽ പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ, സ്ട്രെയിറ്റ് ലൈൻസ് സർക്കിൾസിനും കോണിക് സെക്ഷനും സപ്പോർട്ടിങ്ങാണ്. ഈവൻ സർക്കിൾ പോലും കോണിക് സെക്ഷൻ്റെ ഒരു ചെറിയ സപ്പോർട്ടിങ്ങാണ്, അതായത് മിക്സ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ NCERT പഠിച്ചതിന് ശേഷം ഈ 3 കൂടെ ഒന്നിച്ചേ പഠിക്കാവുള്ളൂ. 3 കൂടെ ഒന്നിച്ച് കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ളതിൽ അറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ്ലി മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു NCERT സപ്പോർട്ടോടുകൂടി ബാക്കിയുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കിട്ടും. ഇതിനകത്ത് ഇഷ്ടം പോലെ റിസൾട്ടുകളുടെ അഡീഷണലുണ്ട്. അപ്പോൾ അതിൻ്റെ NCERT നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ NCERTയുടെ കാര്യം ഞാൻ പറഞ്ഞു, ബാക്കി 2 NCERT നോക്കിയിട്ട് കാര്യമില്ല. ബാക്കി 2 JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ളതിലൊരു രാജാവ് കോംപ്ലക്സ് നമ്പറാണ്. ജോമെട്രി റിലേറ്റഡ് ചോദ്യങ്ങളും ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഉൾപ്പെടെ നമ്മൾ +1 കേൾക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് കോംപ്ലക്സ് നമ്പേഴ്സിലുള്ളത്. സോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ലോകം വേറെയാണ്. അത് പഠിക്കുമ്പം അത് തന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിലെ കൺസെപ്റ്റുകളെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കി അതിലെ ചോദ്യങ്ങൾ എൻ്റെലി ഡിഫറൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് ക്ലാസ് കണ്ടതിന് ശേഷമേ ചെയ്യാവുള്ളൂ. അയാൾ നമ്മൾ പഠിച്ചത്, നമ്മൾ +1 പഠിച്ച കോംപ്ലക്സ് നമ്പറും JEE ക്വസ്റ്റ്യൻ പേപ്പറിലെ കോംപ്ലക്സ് നമ്പറും കണ്ടാൽ യാതൊരു ബന്ധവും തോന്നുക പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ സെപ്പറേറ്റ് ആയിട്ട് വേണം പഠിക്കാൻ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ പറഞ്ഞല്ലോ, കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി വരുന്ന ചോദ്യങ്ങളുണ്ട്. അവരെ തപ്പിയെടുത്ത് പാടാകുന്നത് സ്ട്രെയിഞ്ച് ആയതുകൊണ്ടാണ്, ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആദ്യമായിട്ട് നോക്കുന്ന ഒരു സാധനം, ആദ്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് പാടായിട്ട് തോന്നും. പക്ഷേ അത് പാടല്ല, അത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ, അത് സ്ട്രെയിഞ്ച് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളി നിങ്ങൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ടൈം കൊടുത്ത് നോട്ടൊക്കെ എടുത്ത് അത്യാവശ്യം ക്ലാസ് ഒന്ന് കണ്ടിട്ട് PYQ ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, ഇവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ എത്ര സിമ്പിളായിട്ടാണ് കഴിഞ്ഞെന്ന് നോക്കി. ഇത്രയേ ഉള്ളന്നേ ഫസ്റ്റ് ഇയർ. ഇങ്ങനെയൊക്കെ ഇത് പ്രിപ്പയർ ചെയ്താൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് കുറച്ച് ചാപ്റ്ററുകൾ NCERT നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ട്രിഗ്നോമെട്രി NCERT, ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെ, അത് പറയുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. കാരണം ട്രിഗ്നോമെട്രി പാടാണെന്ന് JEE ഒരു ക്വസ്റ്റൻ എടുത്ത സാറേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്ക് ട്രിഗ്നോമെട്രി പാടായിട്ട് തോന്നിയാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ട്രിഗ്നോമെട്രിക്ക് മറ്റൊരു വശമുണ്ട്, ബാക്കി എല്ലാ ചാപ്റ്ററിലും അപ്ലൈ ചെയ്യണം. സോ അതും കൂടെ പ്രിപ്പയർ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇയറിൻ്റെ ചാപ്റ്ററുകളെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സമാധാനപരമായിട്ട് ഓരോ ചാപ്റ്ററിനും ഇങ്ങനെ സമയം കൊടുത്ത് പ്രിപ്പയർ ചെയ്താൽ ഫസ്റ്റ് ഇയർ തീർക്കാനായിട്ട് നിങ്ങൾ ഈ കരുതുന്ന പോലെ ഒത്തിരി ടൈം ഒന്നും വേണ്ട. അതായത് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതിനകത്ത് മറന്നു പോയി എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തീർക്കാനായിട്ട് ഈ പറയപ്പെടുന്ന ഒത്തിരി സമയമൊന്നും എടുക്കില്ല. ഞാൻ പറഞ്ഞു തീർന്നപ്പോൾ ഇത്രയും തീർന്നില്ലേ. ഇനി വേറൊരു ചെറിയ കഥയും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്താം, കാരണം ഒത്തിരി സമയമായി പോകുന്നു. നിങ്ങൾക്ക് വിലപ്പെട്ട സമയമാണ് ഞാൻ എടുക്കുന്നതെന്ന് എനിക്കറിയാം. അതായത് JEE പ്രിപ്പയർ ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞൊരു കഥയാണ്. 2 പിള്ളേർ, 2 ചങ്ക് ദോസ്തുക്കൾ കാട്ടിപ്പോയി, 2 ക്ലോസ് ഫ്രണ്ട്സ് കാട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഒരു കടുവ വന്നു. അപ്പോൾ അതിൽ 2 പേരും പേടിച്ചു, കടുവയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അതിലൊരുത്തൻ ഷൂ ലേസ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ മറ്റവൻ ചോദിച്ചു, നീ എന്തോ ചെയ്യാൻ പോകുന്നു? എന്നാൽ മറ്റേ പുള്ളി പറഞ്ഞു, ഞാൻ ഓടാൻ പോകുന്നു. എന്നാൽ മറ്റേ പുള്ളി, കടുവേനേക്കാളും സ്പീഡിൽ ഓടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ മറ്റേ പുള്ളി പറയാം, കടുവേനേക്കാളും സ്പീഡിൽ ഓടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് നിന്നേക്കാളും സ്പീഡിൽ ഓടാമെന്ന്. അതാണ് JEE സ്ട്രാറ്റജി. ഇതിൽ കടുവ ഏതാ? JEE എക്സാമാണ്. ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ എക്സാം എങ്ങനെയാണ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ഒപ്പം എഴുതുന്ന ആൾക്കാർക്ക് എത്ര സ്കോർ കിട്ടുന്നു, അല്ലെങ്കിൽ അവർ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു, അതിനേക്കാൾ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ അറ്റൻഡ് ചെയ്താൽ നമ്മളാണ് രാജാവ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ കഥ പറഞ്ഞതിൻ്റെ പേരിൽ പണ്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്ന കുറേ പേര് ഇറങ്ങി പോയായിരുന്നു. അല്ല, അത് പിന്നെ ആ കഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. ആക്ച്വലി ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. ഞാനൊരു എക്സാമ്പിൾ കഥയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കഥ പറഞ്ഞാൽ മനസ്സിലായോ അത്. JEE അത് വരും, ഇത് വരും, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മളെക്കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, ഇനി അങ്ങോട്ടേക്ക് 4 മാസമേ സമയമുള്ളൂ. അപ്പോൾ എക്സാം JEE ആണ്.
നിങ്ങൾ ആദ്യം എടുത്ത് വെക്കേണ്ടത് ഏത് ചാപ്റ്റർ പഠിക്കാനായിട്ടും ആദ്യം എടുത്ത് വെക്കേണ്ടത് ജെഇ മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കണം. ഈസി ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. കാരണം ആ എക്സാം ടൈം കൺസ്ട്രെയിൻ്റ് ഉള്ളതായതുകൊണ്ട് ആ എക്സാമിന് ഒത്തിരി ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി കൂടിയ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഫൂളിഷ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഈസി ക്വസ്റ്റ്യൻസ് ഉറപ്പായും കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടികൾ മാത്രമേ ഹാർഡർ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാവുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ പോലും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നവംബറിന് ശേഷമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ഹാർഡർ ചോദ്യങ്ങളിലേക്ക് പോയി നമുക്ക് സെറ്റാക്കാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ജെഇ മെയിൻസ്, അതായത് ജെഇ മെയിൻസിന് മുന്നേ നമ്മൾ ഇനിയും കാണുമായിരിക്കും, ചിലപ്പോൾ കാണില്ലായിരിക്കും. എക്സാം എന്തായാലും ഈ 4 മാസം 1 മിനിറ്റ് പോലും കളയാതെ എഫക്റ്റീവായിട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എക്സാമിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കേട്ടോ ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ദിസ് വീഡിയോ ഇസ് വൈൻഡിങ് അപ്പ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.